വസന്തി ടീച്ചർ ആള് ഭയങ്കരയാ. എന്നാലും അവരിങ്ങനെ എന്നെ തല്ലിയല്ലോ. ഹോംവർക്ക് ചെയ്യാതെ വന്നാ അവർ വെറുതെ വിടില്ല. എന്തായാലും അവരുടെ അടി ഭയങ്കരമാ. വരൂ കുട്ടികളെ, കയറിക്കോളൂ. ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. ഞങ്ങൾ വരുന്നില്ല. മഴ നനഞ്ഞിട്ട് നിങ്ങൾ എന്തിനു പോണം? പോയാലെന്താ? പാടി നീ വേണമെങ്കിൽ പറ്റും. ഞങ്ങൾ ശരി, എന്നാ ഞാൻ പോണു. That's good. Come on. KLT 203. എന്താ വണ്ടി നിർത്തിയത്? അതോ, ഭയങ്കര മഴ. ഇങ്ങനെ ചേർന്നിരുന്നോളൂ, കുളിരും. വേണ്ട. നടന്ന പിഞ്ചുകുട്ടിയുടെ മൃഗീയമായ കൊലപാതകത്തിലെ കുറ്റവാളിയെ കഴിയുന്നതും വേഗം അറസ്റ്റ് ചെയ്യാമെന്നാണ് പോലീസിന്റെ നിഗമനം. നീ പേടിക്കണ്ട, ഞാനില്ലേ ഇവിടെ. പോലീസിന് ആളെ മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലാകട്ടെ, ഇവിടെ സോറി, നീ അകത്തു പോ. അറിയാം, എനിക്ക് സോണിയെ കാണണം. സോണി ഇവിടെ ഇല്ല. നിങ്ങൾ ആരാണ്? ഇവിടേക്കൊക്കെ വരുമ്പോൾ എന്നെ പറ്റി അറിഞ്ഞിട്ട് വേണ്ടേ വരാൻ? ഞാൻ അങ്ങനെ ചെയ്യാറില്ല, നേരിട്ട് അന്വേഷിക്കാറേ ഉള്ളൂ. പക്ഷേ എന്നെ അറിയാത്തവരോട് ഞാൻ നേരിട്ടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എ മിനിറ്റ്. ഹലോ, മിസ്റ്റർ രവി അല്ലേ? ആ, ഞാൻ ചന്ദ്രഹാസനാ. വിശേഷമൊന്നുമില്ല. ഒരു SI ഇവിടെ വന്നിട്ടുണ്ട്. അയാൾക്ക് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. ഞാൻ ഫോൺ കൊടുക്കാം. ഹലോ, ചന്ദ്രഹാസൻ ആരാണെന്ന് വിചാരിച്ചു? അദ്ദേഹം ആരുമായിക്കൊള്ളട്ടെ, ഞാനൊരു കേസ് അന്വേഷണത്തിന് വന്നതല്ലേ. എടോ, അതാ ആളറിഞ്ഞു വേണമെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഉദ്യോഗം പോയെന്നിരിക്കും. ഈ ഉദ്യോഗം എനിക്കൊരു പ്രശ്നമല്ല സാർ. ശരി, തന്റെ തലയിലെടുത്തു. കമാൺ, എനിക്ക് നിങ്ങളുടെ വീട് സെർച്ച് ചെയ്യണം. ഇല്ല, സാധ്യമല്ല. കോൺസ്റ്റബിൾസ്, അകത്ത് പോയി നോക്കണം. നോ, മാറി നോക്കണം. അറസ്റ്റ് ചെയ്യും. മിസ്റ്റർ ചന്ദ്രഹാസൻ, യൂണിഫോം ഇട്ട് വന്ന് നിങ്ങളുടെ എച്ചിലിരുന്ന പോലീസ് ഓഫീസർമാരെ മാത്രമേ നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ ഡിപ്പാർട്ട്മെന്റിൽ ചുണയുള്ള ചില ആൺകുട്ടികളുണ്ടെന്ന് മനസ്സിലാക്കും. സേവ്. Morning. 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 Good morning. Good morning. സോണി, 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 സോണി. Proceed. My lord, പ്രോസിക്യൂഷന്റെ അതിശയോക്തി നിറഞ്ഞ റിപ്പോർട്ടുകളും
വർത്തമാന പത്രങ്ങളിലെ ഭാവനാസുന്ദരങ്ങളായ കഥകളും കൊണ്ട് ക്രൂരമായ ഒരു ബലാത്സംഗത്തിന്റെയും കൊലപാതകത്തിന്റെയും കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു നിരപരാധിയാണ് ഈ നിൽക്കുന്ന എന്റെ പ്രതി. ഒന്ന് ഞൊടിച്ചാൽ വിദേശത്ത് നിന്ന് പോലും ലൈംഗിക ആവശ്യങ്ങൾക്ക് സ്ത്രീകളെ ലഭിക്കാനുള്ള സൗകര്യവും സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കെ കേവലം 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയെ കാമാസക്തിക്ക് വിധേയമാക്കി എന്ന് പറയുന്നത് മുത്തശ്ശി കഥകളേക്കാൾ വിചിത്രമാണ് വിശ്വസിക്കാൻ. അതുകൊണ്ട് തന്നെ എന്റെ പ്രതി കുറ്റക്കാരെല്ലാം തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. സ്വന്തം സ്ഥാപനങ്ങളുടെ ഉന്നതിയിൽ ഉത്കണ്ഠയുള്ള ഒരു ബിസിനസ്സുകാരൻ അവയ്ക്ക് കളങ്കം ചാർത്തുന്ന വിധത്തിൽ ഒരിക്കലും പ്രവർത്തിക്കുന്നതല്ല. ആ നിലയ്ക്ക് പ്രതി തന്റെ സ്കൂളിലെ വിദ്യാർത്ഥിനിയെ തന്നെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ബലമായി ഉപയോഗിച്ചു എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. എന്റെ പ്രതി നിരപരാധിയാണെന്നുള്ള വസ്തുതയിലേക്ക് അത് വെളിച്ചം വീശുന്നു. പ്രോസിക്യൂട്ടർ, എനി ക്വസ്റ്റ്യൻ? നോ മൈ ലോർഡ്. ദെൻ പ്രൊസീഡ്. എന്റെ പ്രതി സമൂഹത്തിലെ മാന്യനും ലോലമാനസനുമാണ്. അദ്ദേഹത്തിന്റെ സേവനങ്ങൾ വിവരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളാണിവ. നഗരത്തിലെ മുഖ്യ ധർമ്മസ്ഥാപനങ്ങൾക്കും സന്നദ്ധ സംഘങ്ങൾക്കും പിന്നിൽ സാമ്പത്തിക സഹായം ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ഈ റിപ്പോർട്ടുകൾ സത്യമാണെന്ന് വ്യക്തമാക്കുന്ന ഒരു ഫിലിം ഇവിടെ പ്രദർശിപ്പിക്കാൻ ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കണം. ഗ്രാൻഡഡ്. എന്റെ പ്രതിയുടെ സ്വയം സംസാരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ മതി ഇദ്ദേഹത്തിന്റെ മനോനില ബോധ്യപ്പെടുത്താൻ. അനുമോദനങ്ങൾ കൊണ്ട് പുഷ്പാഭിഷേകം നടത്തേണ്ട ഈ മഹാമനുഷ്യനെ കൊലപാതകി എന്ന് മുദ്രകുത്തുന്നത് കോടതിക്ക് തീരാക്കളങ്കമുണ്ടാക്കും. 1000 യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്ന് നിർബന്ധമുള്ള കോടതിയിൽ വിശ്വസിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ദയാപൂർവം ഈ പ്രതിയെ നിരപരാധി എന്ന് വിധിയെഴുതി വെറുതെ വിടണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇനിയും നിങ്ങൾക്കൊന്നും പറയാനില്ലേ? മൈ ലോർഡ്, തികച്ചും അസാധാരണമായ ഒരു കേസാണ്. പ്രായപൂർത്തി വന്ന ഒരു സ്ത്രീയോട് ഒരു പുരുഷന് ലൈംഗിക ആവേശമുണ്ടാകുക സ്വാഭാവികമാണ്. എന്നാൽ ഇവിടെ ഇളം ചുണ്ടിൽ നിന്നും മുലപ്പാലിന്റെ മണം പോലും മാറാത്ത ഒരു പെൺകുട്ടിയെ സ്നേഹത്തിന്റെ പുഞ്ചിരി കാട്ടി വശീകരിച്ച് അതിക്രൂരമായ വിധത്തിൽ ബലാത്സംഗം ചെയ്ത് കൊന്നിരിക്കുകയാണ്. പ്രതിമാന്യനും ലോലമാനസനുമായതുകൊണ്ട് ഇങ്ങനെ ഒരു ഹീനകൃത്യം ചെയ്തിട്ടുണ്ടാവില്ലെന്നാണ് പ്രതിഭാഗം വക്കീലിന്റെ വാദം. സെക്സ് മനുഷ്യ സഹജമായ ഒരു മനോവികാരമാണ്. മാന്യതയും മനുഷ്യസ്നേഹവും ഉള്ളവർക്ക് ആ വികാരം ഉണ്ടാവില്ലെന്നാണ് പറയുന്നതെങ്കിൽ മാന്യനും ലോലഹൃദയനുമായ പ്രതിഭാഗം വക്കീൽ താനൊരു ഷണ്ണനാണെന്ന് സ്വയം പ്രഖ്യാപിക്കേണ്ടതായി വരും. ഇണചേരാൻ ഇഷ്ടം പോലെ സ്ത്രീകളെ കിട്ടുമെന്നുള്ളത് കൊണ്ട് ഒരാൾക്കൊരു കുട്ടിയോട് ലൈംഗികാസക്തി ഉണ്ടായിക്കൂടാന്നില്ല. വികാര വിവശായ ഭാര്യയെ ഉറക്കിക്കിടത്തി വേലക്കാരിയെ പ്രാപിക്കുന്ന പുരുഷന്മാരുണ്ട്. അത് അയാൾക്ക് സൗകര്യത്തിലുള്ള സ്ത്രീയെ കിട്ടാഞ്ഞിട്ടാണെന്ന് പറയുന്നത് ഒരു കോടതിയുടെ കോമൺ സെൻസിൽ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. വൈവിധ്യം ആഗ്രഹിക്കുന്ന മനുഷ്യ മനസ്സ് ലൈംഗിക കാര്യങ്ങളും പുതുമ തേടി പോകുന്നു. മനഃശാസ്ത്രം ഇതിന് പല വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഹോമോസെക്സ്, ലെസ്ബിയനിസം, സോഡോമി, ഇങ്ങനെ പലതും. ഇവിടെ സംഭവിച്ചത് ഒരു കിരാതന്റെ ലൈംഗിക വൈകൃതത്തിന്റെ വിളയാട്ടമാണ്. അതായത് സെക്ഷൽ പ്രൊവർഷൻ. അയാളുടെ അടങ്ങാത്ത കാമാർത്തിയുടെ അഗ്നിജ്വാലയിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവൻ എരിഞ്ഞ് ചാമ്പലായിപ്പോയി. മൈ ലോർഡ്, ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. ഐ ഒബ്ജക്റ്റ് ടു സസ്റ്റൈൻ ദിസ് ടൈപ്പ് ഓഫ് ആനിമൽസ് ഇൻ ദ സൊസൈറ്റി. മൈ ലോർഡ്, ഈ കേസിന്റെ വാദം നാളെയും തുടരുന്നതാണ്.